ട്രേഡേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ അധികം ലെങ്ത് ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. കാരണം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളൂ. അതായത് ഇന്നത്തെ ഈ ഒരു ദിവസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫോം ആവുന്ന ഡെയിലി ക്യാൻഡലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും ബിറ്റ് കോയിനിൽ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്. EPNS ആണ്, എതേറിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് ആണ്. എന്താണ് EPNS എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി Web3 പ്രൊജക്റ്റ് ആണ്. എതേറിയം DeFi പ്രോട്ടോകോൾസിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു Web3 ആപ്ലിക്കേഷനാണ് ഈ EPNS എന്ന് പറയുന്നത്. ഇതിൻ്റെ നേറ്റീവ് ടോക്കൺ ആയിട്ടുള്ള പുഷ് നമുക്ക് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടോക്കണാണ്. കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ കിട്ടും, പോയി നോക്കാം. ഓക്കെ, ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടറാണ്. ആൻഡ് ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലോവർ ഹൈ എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു റിജക്ഷൻ കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡലിൽ കിട്ടിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസത്തെ ബിറ്റ് കോയിൻ്റെ ക്യാൻഡലിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു റിജക്ഷൻ, ഒരു ഹൈ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതായത് അത്രയും നല്ല രീതിയിലുള്ള റിജക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. സെല്ലേഴ്സ് വീണ്ടും അവിടേക്ക് എൻ്റർ ആവുകയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതായത് കറണ്ട് പ്രൈസ് ഒരു $21,649. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇന്നലെ ഫോം ആയിട്ടുള്ള ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഫോം ആവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് താഴെയായിട്ടാണ് ഫോം ആവുന്നത്. അതായത് കൃത്യമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 21K എന്ന് പറയുന്ന 21.4K എന്ന് പറയുന്ന ഒരു ലെവലിലും താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഇനിയുള്ള 15 മണിക്കൂറിൽ ഈ ക്യാൻഡിൽ താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, കാരണം നല്ല രീതിയിലുള്ള റിജക്ഷൻ ആയിരിക്കും പിന്നീട് ഇവിടെ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ നമുക്ക് ഇവിടെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കിവിടെ CPR ലെവൽസ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഞാനിവിടെ CPR ഇൻഡിക്കേറ്റർ കൊണ്ടുവരുന്നുണ്ട്. മന്ത്ലി CPR ആണ്. ആൻഡ് ഈ ഒരു മന്ത്ലി CPRൽ നിന്നാണ് നമുക്ക് ഈ ഒരു റിജക്ഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെയിലി ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയ്ക്ക് താഴെയായിട്ട്, അതായത് 21.4K എന്ന് പറയുന്ന ലെവലിന് താഴെയായിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ തന്നെ താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞത്. അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മന്ത്ലി സപ്പോർട്ട് ഏരിയ വരുന്നത് 14K എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. അതായത് പ്രൈസ് ഇവിടെ ഒരു റിജക്ഷൻ പ്രൈസിന് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യാനും ദെൻ ഇവിടെ നിന്ന് താഴേക്ക് ഈ രീതിയിൽ 14K എന്ന് പറയുന്ന ലെവലിലേക്ക് താഴേക്ക് വരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. മുൻ മാസങ്ങളിലെ CPR ലെവൽസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കാര്യം കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഈ CPR ലെവലിൽ നിന്ന് പ്രൈസിന് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രൈസ് ഗംഭീരമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മിനിമം ഈ ഒരു S1 ലൈനെങ്കിലും, മന്ത്ലി S1 ലൈനിലേക്കെങ്കിലും പ്രൈസ് എത്തിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് എല്ലാ മാസങ്ങളിലും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതേ കാര്യം തന്നെ ഇവിടെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു 14K എന്ന് പറയുന്ന ലെവലിലേക്ക് പ്രൈസ് ഇറങ്ങി വരുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഞാനൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞ പോലെയുള്ള ആ ഒരു ബെയറിഷ് പെനൻറ്റ് ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് പറ്റും. ഞാനിതൊന്ന് ഡ്രോയിങ്സ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ രീതിയിലുള്ള ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു പെനൻറ്റ് ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പെനൻറ്റ് ചാർട്ട് പാറ്റേണിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കില്ല. ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കാനായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കില്ല. കാരണം ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡാണ്. സോ ഒരു ബെയറിഷ് പെനൻറ്റിൽ നമുക്കൊരു ഈ രീതിയിൽ മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കില്ല. ആൻഡ് ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു മന്ത്ലി CPR ലൈനിൽ നിന്നും ഒരു റിജക്ഷനാണ്, ഈ ഒരു ലെവലിൽ നിന്നും ഒരു റിജക്ഷനാണ് പ്രൈസിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇവിടെ നിന്ന് പ്രൈസ് ഇനിയും നമ്മൾ നേരത്തെ ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ട പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലാണ് ഇനി ഫോം ആവുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് താഴേക്ക് തന്നെ 4 hour ടൈം ഫ്രെയിമിലും പ്രൈസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു മന്ത്ലി CPR ലെവൽ എന്ന് പറയുന്ന 21K മുതൽ 21.5K മുതൽ 24.7K വരെയുള്ള ആ ഒരു ഏരിയയ്ക്ക് താഴെയായിട്ട് പ്രൈസ് ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ, പ്രൈസ് ശക്തമായിട്ടുള്ള റെഡ് ക്യാൻഡിൽസോട് കൂടിയിട്ട് പ്രൈസ് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമായിരിക്കും. ഗംഭീരമായിട്ടുള്ള ഒരു ക്രാഷ് നമുക്ക് ഇനി പ്രതീക്ഷിക്കാനായിട്ട് സാധ്യതയുണ്ട് ഈ രീതിയിൽ പ്രൈസ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഡെയിലി ക്യാൻഡിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഇന്ന് ഫോം ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഒരു 15 മണിക്കൂർ കൂടിയുണ്ട്. ഏകദേശം പുലർച്ചെ 5 മണിയോട് കൂടിയിട്ടാണ് ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക. 5:30 കൂടിയിട്ടാണ്
ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക. അപ്പോൾ അതുവരെ സമയമുണ്ട്. അത്രയും സമയത്തിനുള്ളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏത് രീതിയിലാണ് ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് അവിടെ കിട്ടാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ വെയിറ്റ് ചെയ്യാം. ആൻഡ് അതിനനുസരിച്ച് മാത്രം നമുക്ക് ട്രേഡ് ചെയ്യാം. ഈ CPR ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്ന് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് നിങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങിയിട്ട്. നാളെ അതായത് ഞായറാഴ്ച നമ്മൾ CPR ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മൾ ചെയ്യുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ളൊരു സ്ട്രാറ്റജി തന്നെയായിരിക്കും. വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഡേ ട്രേഡേഴ്സിനും സ്കാൽപ്പേഴ്സിനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഗംഭീരമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ CPR ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.